ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജിമയ്ക്ക് വാണിംഗ് കൊടുക്കുകയാണ് അവിടെ മഹേഷ് പറയാണ്, ഇനി ഇഷിതയ്ക്ക് നേരെ നിങ്ങൾ വിഷം തുപ്പാനാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, ആ നിമിഷം നിങ്ങൾ ഇവിടെ നിന്ന് പുറത്താകും. അതാലോചിച്ച് വേണം ഇനി ഇഷിതയ്ക്ക് നേരെ നിങ്ങൾ കരിക്കൾ നീക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹേഷ് ഒറ്റ പോക്ക. മഞ്ജിമ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് വിറച്ചൊരവസ്ഥയിലായി പോവാണ്. അങ്ങനെ നമ്മുടെ മഹേഷ് നേരെ ഇഷിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം ഇഷിതയോട് പറയണത് താൻ എന്താണോ സങ്കടപ്പെട്ടിരിക്കുകയാണ്, താൻ ഇതൊന്നും ആലോചിച്ച് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് തൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആകെ ടെൻഷനാ, താൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോടോ എന്നൊക്കെ പറയാണ്. അപ്പം നമ്മുടെ ഇഷിത ഒന്ന് ചിരിച്ചു കാണിക്കുകയാണ്. പറ ഇഷിത, തനിക്കിപ്പോഴും വേദനയുണ്ടോ? താൻ വേദന മാറിയെന്ന് പറയുന്നത് സത്യം തന്നെയാണോ? ഹോസ്പിറ്റലിൽ പോകാതിരിക്കാനുള്ള അടവാണോ തൻ്റെ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മഹേഷേ, എൻ്റെ വേദന മാറിയെന്നേ. അപ്പോഴത്തെ ആ ഒരു പ്രഷർ കൊണ്ട് ഉണ്ടായതായിരിക്കും വേദന, അതുകൊണ്ടല്ലേ ഹോസ്പിറ്റലിൽ പോകണ്ട, കുറച്ച് നേരം നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോൾ ശരിക്കും ഭേദമായി. ഇഷിത, തൻ്റെ ഒന്ന് കണ്ണെന്ന് അറിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ലടോ മഹേഷിൻ്റെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. എപ്പോഴും മഹേഷ് എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, എൻ്റെ ഏത് കാര്യത്തിനും എന്നെ താങ്ങി നിർത്താനും എന്നെ ആശ്വസിപ്പിക്കാൻ ആശ്വാസ വാക്കുകളൊക്കെ പറയാനും മഹേഷ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. അതിൽ പരം ഒരു ഭാര്യയ്ക്ക് എന്തു വേണം? ഭർത്താവിൻ്റെ പിന്തുണയും സഹായവുമാണ് ഒരു ഭാര്യയുടെ വിജയവും വേദനയും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ഇഷിത പറയുമ്പോൾ ഇഷിതയെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ മഹേഷ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാധവിനെയാണ്. അപ്പോൾ മാധവാണെങ്കിൽ ഒരു ബുക്കും വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം ലയ അങ്ങോട്ട് കയറി ചെല്ലുക. അപ്പം ലയ കയറി ചെന്നിട്ട്, ആഹാ മാധവ് ബുക്കൊക്കെ വായിക്കാനായിട്ട് തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല തനിക്ക് എവിടെ നിന്നാണ് ഇത്രയും ബുക്കുകളെല്ലാം വായിക്കാനായിട്ട് കിട്ടുന്നത്? ആഹാ, അപ്പം മാധവിനറിയില്ലേ ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, അവിടെ പോയിരുന്നു ഞാൻ വായിക്കുകയായിരുന്നു. നേരത്തെ ഒരുപാട് ബുക്കുകളെല്ലാം വായിക്കുമായിരുന്നു ലയ എന്ന് പറഞ്ഞപ്പോഴേക്കും, എന്നിട്ടാണോ ഇങ്ങനത്തെയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത്? മനസ്സിനൊരു കട്ടിയില്ലാത്തത്. ഈ വായിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല മനധൈര്യമൊക്കെ വേണമെന്നേ. എനിക്ക് ബുക്കൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ സ്വഭാവം ശരിക്കും അങ്ങോട്ട് മാറാൻ തുടങ്ങി മാധവ് എന്നൊക്കെ പറയാ. എടോ, ബുക്ക് വായിച്ചത് കൊണ്ടല്ല, എൻ്റെ മനസ്സിൽ പല ഇതുകളും വന്നു ചേർന്നിരിക്കുക, അതുകൊണ്ട് തന്നെയാണെന്നും പറയാണ്. ഇനി അങ്ങനത്തെ ഒരു ചിന്തയേ വേണ്ട, ഇനി അങ്ങനെ ചിന്ത ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞ് മനസ്സിലായല്ലോ മാധവിൻ്റെ കൂടെ എപ്പോഴും ഞാനില്ലേ, ഇനി ഞാൻ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്നൊക്കെ ലയ ഇങ്ങനെ പറയാം. അപ്പം ലയയുടെ ആ ഒരു സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാധവനും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അങ്ങനെ മാധവും ലയയും കൂടി ഇങ്ങനെ പറയാണ്, ലയ തന്നെ എനിക്ക് മനസ്സിലായി, തന്നെ ഒരിക്കലും ഞാൻ ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല. ഏതായാലും ഇപ്പോൾ നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മാധവ് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലയയുടെ കണ്ണുകളൊക്കെ നിറയുക. അപ്പം ലയയാണെങ്കിൽ ഭയങ്കര സന്തോഷവതിയാണ്. മാധവനെ ഞാനും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മാധവനെ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഉണ്ടാവില്ല. അത് ഞാൻ മാധവനോട്ട് പോകുമെന്നല്ല, ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. എനിക്ക് ഓരോരോ ഭർത്താവുള്ളു, അത് എൻ്റെ മാധവനെ വിട്ട് എനിക്ക് വേറൊരു ജീവിതം ഉണ്ടാകില്ല മാധവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലയ ഇങ്ങനെ കിടന്ന് കരയുക. അപ്പം ലയ ഇങ്ങനെ ആശ്വാസപ്പെടുത്തുന്നുണ്ട്. അപ്പോഴാണ് അതേ സ്വപ്നവല്ലി കയറി വരുന്നത്. സ്വപ്നവല്ലി അല്ല, മനസ്വിനി കയറി വരുന്നത്. അപ്പം മനസ്വിനി നേരെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ലയ ഇങ്ങനെ കിടന്ന് കരയുന്നതാണ് മനസ്വിനി കാണുന്നത്. കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മനസ്വിനിക്ക് മനസ്സിനൊരു വല്ലാത്തൊരു സുഖം. അപ്പോൾ മാധവ് എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, നിങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിങ്ങളെ കാണണ്ട, ഇറങ്ങിപ്പോ എന്നൊക്കെ ഇങ്ങനെ മനസ്വിനിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, മോനെ, ഞാൻ വന്നത് നിന്നോടൊരു പേഴ്സണൽ കാര്യം പറയാൻ വേണ്ടിയാ, നിന്നോട് മാത്രം, വേറെ ആരും ഇവിടെ നിൽക്കാൻ പാടില്ല. അപ്പോൾ മനസ്വിനിയുടെ ഈ ഒരു സംസാരം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലയ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ മോനെ, ഞാൻ പറഞ്ഞു വരുന്നതേ, എടാ നീ എന്നെ തെറ്റിദ്ധരിച്ചാടാ, കാരണം ഇതൊരു ജ്യോത്സ്യ പ്രവചനമാണ്. കാരണം നിനക്കേ കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നൊക്കെ ജ്യോത്സ്യം പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ അന്ന് കല്യാണ പന്തലിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞത്. ഇപ്പോൾ ലയയും നിനക്കൊരു ബാധ്യതയാണ്, ലയ നീയും കൂടെ ഒന്നിച്ചാ നിനക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് ജ്യോത്സ്യം പറഞ്ഞു. അപ്പം ഇത് കേട്ട മാധവാണല്ലോ, ഓഹോ അങ്ങനെയാണോ, അതുകൊണ്ടാണോ ഇഷിതയും ഞാനും കൂടി ഒന്നിപ്പിക്കാതിരിക്കാനായിട്ട് അമ്മ നോക്കിയത്? അതേടാ, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ
ദേ ലയയുടെ കാര്യത്തിലും ജോത്സ്യൻ അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലയയെ നിനക്ക് തീരെ ഇഷ്ടമല്ലെന്നൊക്കെ എനിക്കറിയാം. ലയയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയാണ് നീ നടക്കുന്നതെന്നും ഈ അമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് മോനെ നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്. നമുക്കേ ഇവള് വേണ്ട, എന്നിട്ട് ഇവളെ നീ ഉപേക്ഷിച്ചേര്. ഇവളെ ഡിവോഴ്സ് ഡിവോഴ്സ് ചെയ്തിട്ട് നിനക്ക് നല്ലൊരു പെണ്ണിനെ നോക്കി അമ്മ കല്യാണം കഴിപ്പിച്ച് തരാം. അപ്പോൾ നിന്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാവും. നിനക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകും മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ട മാതാവാണെങ്കിൽ തല ഇങ്ങനെ ആട്ടുകയാണ്. ഓഹോ, അപ്പോൾ അതായിരുന്നു നിങ്ങളുടെ മനസ്സിലിരിപ്പല്ലേ, എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ജോത്സ്യൻ്റെ കഥ ഇങ്ങനെ മെനഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടി വന്നു എന്ന് ചോദിക്കുകയാണ് മാധവ്. അപ്പോൾ മനസ്വിനിയുടെ മുഖമാകെ മാറുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ? മകൻ്റെ ജീവിതം തകർക്കണ്. ഇനി മൂന്നാമതൊരു പെണ്ണിനെയും കൂടി മാധവ് കെട്ടണം അല്ലേ? അവളും എന്തെങ്കിലും കുറ്റം കുറവൊക്കെ കണ്ടുപിടിച്ച് ഞാനിനി അവളെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിനെയും കെട്ടണം. നിങ്ങളെ ഞാൻ പറഞ്ഞു എൻ്റെ മുന്നിൽ പോലും വന്നു പോകരുതെന്ന്. നിങ്ങൾ ഒരു വാചകവും എനിക്ക് കേൾക്കണ്ട. നിങ്ങളെ അനുസരിച്ചെൻ്റെ ആ ഒരു ഇതാണ് ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ലയെ ഭയങ്കര ഇഷ്ടം. പിന്നെ അവൾ എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞത് അതെന്താണെന്നറിയാവോ? ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഇന്ന് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നില്ലയാ എന്ന് പറഞ്ഞപ്പോഴേക്കുവേ അവൾ സന്തോഷം കൊണ്ട് കണ്ണീരൊഴുക്കിയത്. അത് അല്ലാതെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടല്ല അവൾ കരഞ്ഞത്. ഇനി ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഈ മാധവിൻ്റെ മുന്നിൽ ഇനി നിങ്ങൾ വന്നു പോകരുത്. ഒരു അമ്മ വന്നിരിക്കുന്നു, നിങ്ങളെ ഞാനൊരു അമ്മയായിട്ട് അംഗീകരിച്ചിട്ടില്ല, നിങ്ങൾ വെറും രാക്ഷസിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മാധവ് നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് അറിയാവോ? ദേ ഈ അമ്മയുടെ വില എന്താണെന്ന് നിനക്ക് അധികം താമസിയാതെ മനസ്സിലാവും. നിങ്ങളെപ്പോലെ ഒരു അമ്മയുടെ വില എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഇറങ്ങിപ്പോ. അങ്ങനെ മനസ്വിനി നാണം കെട്ട് അവിടെ നിന്ന് ഇറങ്ങുക. അപ്പോൾ ഇറങ്ങിപ്പോന്ന ആ സമയത്ത് നമ്മുടെ ലയാണേ ഹലോ ഒന്ന് നിന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിളി. എന്താ നിങ്ങൾ പറഞ്ഞതൊന്നും അങ്ങോട്ട് ഏറ്റില്ലല്ലേ? മാധവ് അങ്ങോട്ട് സ്വീകരിച്ചില്ലല്ലേ? എന്താ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഞാനേ നിങ്ങൾ സംസാരിക്കുന്നതെല്ലാം ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നെ ഡിവോഴ്സ് ചെയ്യണം മാധവ് അല്ലേ? അതിനാണ് നിങ്ങളുടെ അടുത്ത പുറപ്പാട്. ഈഷിതയ്ക്ക് വെച്ച കണി നിങ്ങൾ എന്നിലും പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചോ? പക്ഷെ മാധവ് അതിനൊന്നും വഴങ്ങി തന്നില്ലല്ലേ? എനിക്ക് നിങ്ങളോട് നല്ല പറയാൻ അറിയാൻ പാടാത്തതുകൊണ്ടല്ല. എടി നീ ആരോട് അടിക്കിടന്ന് അഹങ്കരിക്കുന്നത്? നിനക്ക് കുഞ്ഞുങ്ങളെ ഉണ്ടാവില്ലടി, നിന്നെ ഞാൻ ശപിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്വിനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ നന്ദി, ഞാൻ ഇത് സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താണ് എന്നെ ശപിക്കാത്തത് എന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം നിങ്ങൾ ഇഷിതയെ ഒരുപാട് ശപിച്ചായിരുന്നല്ലോ, കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ഇപ്പം അവൾക്ക് എന്താ ആ ഒരു ഭാഗ്യം കിട്ടില്ലേ? അവളൊരു കുഞ്ഞിൻ്റെ അമ്മയാകാനായിട്ട് പോകുന്നു. അപ്പോൾ ദേ നിങ്ങൾ എന്നെയും ശപിച്ചിരിക്കുന്നു. അപ്പോൾ അധികം താമസിയാതെ ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാകും. ദേ എൻ്റെ അടുത്ത് വേഷം കെട്ടിറക്കി വരരുത്. വേഷം കെട്ടിറക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടി വെച്ച് തരും ഞാൻ. മനസ്സിലായല്ലോ? ഓഹോ, നീ എന്നെ അടിക്കോടി? കാണണമല്ലോ എനിക്കെന്നാ അടിക്കടി. നിനക്ക് എന്നെ അടിക്കുന്ന ധൈര്യമുണ്ടോ? എനിക്കൊരു ധൈര്യക്കുറവുമില്ല. നിങ്ങളെ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും. കാരണം നിങ്ങൾ എൻ്റെ ആരുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ അടിക്കാനും മടിയില്ല. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വാലിരിക്കണം നിങ്ങൾ മുഴുവനും കേട്ടെന്നിരിക്കും. അതുകൊണ്ട് നിങ്ങളെ അമ്മയെന്ന് വിളിച്ച നാവ് കൊണ്ട് മനസ്വിനി എന്ന് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. പോകാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോഴേക്കും കാണിച്ചു തരാടി നീ എങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്വിനി അവിടെ നിന്ന് വെല്ലുവിളിച്ചിട്ട് പോവാണ്. പിന്നീട് നമ്മുടെ ഇഷിതയെ കാണിക്കണം. മഹേഷിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരിക. അപ്പോൾ അത് വക്കീലിൻ്റെ കോളായിരുന്നു. ഹലോ ആരാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ വക്കീലാണ്, മഹേഷ് ഉണ്ടോ? മഹേഷിൻ്റെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കാവോ? പിന്നെ മാഡം ഞാൻ വക്കീലിൻ്റെ ഭാര്യയാണ്. ഓ ഡോക്ടർ ഇഷിത, ദേ നിങ്ങളോട് സംസാരിച്ചതിൽ വളരെയേറെ സന്തോഷം തോന്നുട്ടോ. ഞാൻ മഹേഷിനോട് പറഞ്ഞായിരുന്നു ഇഷിതയെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. എങ്ങനെയുണ്ട് ഇഷിത, ഇപ്പം സുഖമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം. എന്താ മാഡം പ്രത്യേകിച്ച് വിളിക്കാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ വക്കീൽ ഇങ്ങനെ പറയുകയാണ്, അത് പിന്നെ ആദിയുടെ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. മഹേഷ് ഇപ്പോൾ വരും, മഹേഷ് ബാത്റൂമിലാണ്. അപ്പോഴേക്കും മഹേഷ് ഇറങ്ങി വരികയാണ്. മഹേഷിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക. ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വക്കീലാണെന്ന് പറയണം. ആ വക്കീലെ എന്തായി വക്കീലെ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് മഹേഷേ ഞാൻ പറഞ്ഞല്ലോ നാളെ നമ്മുടെ ആദ്യം കൂട്ടിക്കൊണ്ടൊന്ന് വരണം. ആദ്യം പറയുന്നതിനനുസരിച്ച് നമുക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അവൻ്റെ നിലപാടാണ് കോടതിയുടെ മുന്നിൽ ഏറ്റവും വലിയ കാര്യം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താണോ പറയുന്നത് അതായിരിക്കും കോടതി സ്വീകരിക്കാനായിട്ട് പോകുന്നത്.
ആദ്യം കോടതി പെൺമകളെ നിങ്ങൾക്കും പിന്നെ ആൺമകനെ രചനയ്ക്കും വിട്ടുകൊടുത്താണല്ലോ. ഇപ്പോൾ അതിന് ആൺമകനെയും തനിക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പീൽ കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ പല പ്രതിസന്ധികളും നേരിടേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് ആദ്യയെ കാണണം, ആദ്യയോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്നും പറയാണ്. ശരി വക്കീലെ, ഞാൻ ഉടനെ തന്നെ എത്തിക്കോളാം എന്ന് പറയാം. അങ്ങനെ നമ്മുടെ മഹേഷിന് ഭയങ്കര സന്തോഷം തോന്നിക്കണം. അപ്പം ഈശ്വരയ്ക്ക് ഒരു സന്തോഷവും ഇല്ല. എന്താണോ തൻ്റെ മുഖത്തൊരു ഹാപ്പി ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോഴേക്കും മഹേഷ് എനിക്ക് പേടിയാവുന്നു. ഈ ഒരു കേസ് വല്ലാത്തൊരു കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൽ വലിയ പ്രശ്നം രചന തന്നെയാണ്. രചന ഇപ്പോഴും സിംഗിളാണ്. രചന കല്യാണം കഴിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ രചനയുടെ സംരക്ഷണത്തിന് വേണ്ടി തന്നെയാണ് മകനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ചിലപ്പോൾ രചനയ്ക്ക് മുന്നിൽ മകനെ വിട്ടുകൊടുക്കും. മഹേഷേ, അതാണ് എനിക്കൊരു പേടി എന്ന് ചോദിച്ചപ്പോഴേക്കും അങ്ങനെയൊന്നുമില്ല. ആദി എന്നെ വിട്ട് ഒരിക്കലും പോകില്ല. കാരണം രചനയുടെ കള്ളക്കളികളെല്ലാം അവിടെ പൊളിയും. എൻ്റെ മകനെ എനിക്കറിയാം. അവനെ സ്വന്തമാക്കണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവനെ സ്വന്തമാക്കും, അത് ഉറപ്പാ. ഏതായാലും വക്കീലും ചെല്ലാനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഏതായാലും ആദ്യം വിളിക്കട്ടെ, ചെന്നേക്കാം എന്ന് പറയുക. അങ്ങനെ ആദ്യം വിളിക്കുകയാണ്. ആദ്യം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോനെ വക്കീൽ തരം വിളിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഡാഡി എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. എടോ താൻ വിഷമിക്കില്ലടോ, എല്ലാം ഓക്കെ, ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ മഹേഷ് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഈ ഇഷിതയ്ക്കാണെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനും തോന്നുക. അങ്ങനെ മഹേഷ് ആദ്യമായിട്ട് നേരെ വക്കീൽ ഓഫീസിലേക്ക് ചെന്നിരിക്കുകയാണ്. വക്കീലിനെ കാണുകയാണ്. അപ്പോൾ ആദിയാണല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഞാൻ മഹേഷിൻ്റെ മകൻ ആദിയാണ് എന്ന് പറയുകയാണ്. എന്തിനാ മോനെ ഇങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുന്നതെന്ന് അറിയാവോ? പിന്നെ എനിക്കറിയാലോ, എന്നെ വിട്ടുകിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഡാഡി ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടല്ലേ? അത് തന്നെ. അപ്പം എല്ലാം അറിഞ്ഞിട്ടാ മോൻ വരുന്നതല്ലേ? മോന് പേടിയൊന്നുമില്ലേ? ഞാൻ എന്തിനാണ് മാഡം പേടിക്കുന്നത്? എനിക്കതിന് പേടിയൊന്നുമില്ല. എൻ്റെ ഡാഡിയുടെ കൂടെ തന്നെയല്ലേ ഞാൻ നിൽക്കുന്നത്, അതുകൊണ്ട് പേടിയില്ല. അല്ല, മോൻ ഇത്രയും നാളെ മമ്മിയോടൊപ്പം ആയിരുന്നില്ലേ? അപ്പോൾ ഇപ്പം മമ്മിയെ വിട്ടു പോന്നോന്ന് മോൻ എന്താണ് തോന്നാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ഇത്രയും നാളെ ഞാൻ മമ്മിയോടൊപ്പം തന്നെ ആയിരുന്നു. പക്ഷേ അവിടെ ആകാശ് എന്ന് പറഞ്ഞ അങ്കിളില്ലേ, ആ അങ്കിളെ ചെലവിനും ആ അങ്കിള് പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ച് ജീവിക്കണം. അതിന് എന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഡാഡിയെ വിളിച്ച് പറഞ്ഞത് എനിക്ക് ഡാഡിയോടൊപ്പം ജീവിക്കണമെന്ന്. അങ്ങനെ ഡാഡി ഒരു അപ്പീൽ കൊടുത്ത്, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാം. ഇത് കേട്ട മഹേഷ് നമ്മുടെ വക്കീലിനോട് പറയാണ്, ഇപ്പോൾ വക്കീലിന് മനസ്സിലായില്ലേ കാര്യങ്ങളൊക്കെ? ഞാനല്ല ആദ്യയെ കൊണ്ട് പറയിപ്പിച്ചെന്ന്. മോനെ, വക്കീൽ മേഡം പറയുന്നത് എന്താണെന്നറിയാവോ? ഞാൻ മോനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്ന് ഇതൊക്കെ. എന്തിനാണ് വക്കീൽ മേഡം എന്നെ കൊണ്ട് ഡാഡി ഇതെല്ലാം പറയിപ്പിക്കുന്നത്? ഞാൻ എന്താ കുഞ്ഞു കൊച്ചാണോ? എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള പ്രാപ്തിയൊക്കെ ഉണ്ട്. നമ്മളെ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ പഠിച്ചിട്ട് പോകുമ്പോഴാണ് ചോദ്യങ്ങളുടെ മുന്നിൽ പതറിപ്പോകുന്നത്. പക്ഷെ പഠിക്കാതെ ഒന്ന് പോയി നോക്കിക്കണ്ടേ? പക്ഷേ അതിന് മുന്നിൽ നമ്മൾ പതറാതെ തന്നെ നിൽക്കും മേഡം എന്നിങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വക്കീല് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എനിക്കിപ്പോഴും സമാധാനമായത്. നിങ്ങൾ ഏതായാലും അടിപൊളിയാ മോൻ എന്ന് പുറത്തു നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ വക്കീലാണെങ്കിൽ മഹേഷിനോട് പറയാണ്, മഹേഷ് ഞാൻ വിചാരിച്ചതുപോലെ അല്ല ആദി. കാരണം അവൻ മിടുക്കനാണ്, എല്ലാം കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ ആദ്യം ഒരു കാര്യം പറഞ്ഞില്ലേ, അത് ശരിക്കും എൻ്റെ മനസ്സിൽ കൊണ്ട്. എന്താ വക്കീലെ, എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞില്ലേ ഈ ഉത്തരങ്ങൾ പഠിച്ചിട്ട് പോകുമ്പോഴാണ് ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോകുന്നതെന്ന്. ആ ഒരു കാര്യം നല്ല പോയിന്റഡ് കാര്യം തന്നെയാണ്. ഏതായാലും നമ്മൾ വിജയിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദിക്ക് അവൻ്റെ ഡാഡിയെയും കിട്ടും, ഡാഡിക്ക് അവൻ്റെ മകനെയും കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ഭയങ്കര സന്തോഷം തോന്നി. ധൈര്യമായിട്ട് നിങ്ങൾ പോയിക്കോ. അങ്ങനെ മഹേഷ് പുറത്തേക്ക് ഇറങ്ങിയാണ് ആദ്യം കൂട്ടി നല്ല വിജയലാളിതനായിട്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ ദാ നിൽക്കുന്നു ആകാശ്. ഇനി വരാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും. ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സി അഗൈൻ. ബൈ.